ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 13/3/2022 ഫയർമാൻ വുമൺ തസ്തികയിൽ നടത്തിയ +2 ലെവൽ മെയിൻ എക്സാമിൽ നിന്നുള്ള കണക്കിലെ ചോദ്യങ്ങൾ. കൂടാതെ മൊത്തം ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എത്ര ആകും എന്നും നമുക്കൊന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു സർക്കാർ ഉദ്യോഗമാണ് ലക്ഷ്യമെങ്കിൽ അതിൽ ഏറ്റവും സഹായമായി ഏറ്റവും ഫലപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് അൺഅക്കാഡമി. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഇതിൽ നമ്മുടെ KAS എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒട്ടനവധി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റായും ഓഫ്ലൈൻ ടെസ്റ്റായും ഒക്കെ ഇതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലിമിറ്റഡ് പീരീഡ് ഓഫറൊക്കെ എല്ലാ ബാച്ച് കോഴ്സിനും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രധാന ബാച്ച് കോഴ്സുകൾ നോക്കുവാണെങ്കിൽ ദൗത്യം ഇതൊരു 150 ദിന ബാച്ച് കോഴ്സാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. തുടർന്നുള്ളത് ആരംഭമാണ്. ഇതൊരു 100 ദിന കംപ്ലീറ്റ് ബാച്ച് കോഴ്സാണ്. 10th ലെവൽ പ്രിലിം എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നു. തുടർന്ന് ഉയരെ ഇത് KSI എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നു. അറിവ് 120 ദിന കംപ്ലീറ്റ് ബാച്ചാണ്. SCERT സിലബസിനെ ഫോക്കസ് ചെയ്ത് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു. ജേതാവ് ബെവ്കോ LD എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. തുടർന്നുള്ളത് ദിശ, ഇത് +2 ലെവൽ മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. തുടർന്നുള്ളത് പ്രയാണമാണ്. ഇതൊരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് HSA എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു. കൂടാതെ നമ്മൾ പഠിക്കുന്ന ക്ലാസ്സുകൾ എത്രത്തോളം ഫലവത്തായി എന്നറിയാൻ ഒട്ടനവധി ടെസ്റ്റ് സീരീസും ആ ടെസ്റ്റ് സീരീസിൽ 1ാം റാങ്ക് മേടിക്കുന്നവർക്കും തുടർന്നുള്ള റാങ്കുകാർക്കും ഒട്ടനവധി ഓഫേഴ്സും അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ഗ്രൂപ്പിൽ 400 ആളുകൾ ഉണ്ട്. ഇതിൽ 250 പേർ ഹിന്ദി സംസാരിക്കും, 200 പേർ ഇംഗ്ലീഷ് സംസാരിക്കും. എത്ര പേർക്ക് രണ്ടും ഭാഷയും സംസാരിക്കാൻ കഴിയും? ആൻസർ വരിക ഓപ്ഷൻ ഡി 50 ആണ്. ഇതെങ്ങനെയാണ് വരിക? ആദ്യം 2 സർക്കിൾ വരയ്ക്കുക. ഇതിൽ ആദ്യത്തേതിൽ ഹിന്ദി H എന്ന് എഴുതുക, രണ്ടാമത്തേതിൽ ഇംഗ്ലീഷ്. ഇനി ഇതിൽ 250 പേരാണ് ഹിന്ദി, 250 പേരാണ് ഹിന്ദി, 250 പേർ. 200 പേർ ഇംഗ്ലീഷ്, 200 പേർ ഇംഗ്ലീഷ്. ഇത് മൊത്തം എത്ര പേരുണ്ട്? ഇതിനകത്തുള്ളത് 400 പേരാണുള്ളത്. അപ്പോൾ ഈ 400 ഇത് എന്ന് പറയുന്നത് ഈ ഒരു 2 സർക്കിളിൻ്റെ തുകയാണ്. ഇതിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എല്ലാവരും കാണുമല്ലോ. ഈ ഇടയ്ക്ക് കാണുന്ന ഗ്യാപ്പ്, ഇവിടെയാണ് 2 പേരും സംസാരിക്കുന്നവർ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണേണ്ടത്? അതായത് ഈ നടുക്കുള്ളതിനെ നമുക്ക് അറിയത്തില്ല, അതിനെ നമ്മൾ യു എന്നെടുത്തു. അപ്പോൾ ഇത് മൊത്തം എങ്ങനെ വരും? അതായത് ഇതിൻ്റെ തുകയായിട്ടൊന്ന് എഴുതിയാൽ മതി. അതായത് 250 മൈനസ് യു, 250 മൈനസ് യു. അപ്പോൾ ഇത്രയും ഭാഗമായി പ്ലസ് യു, നടുക്കുള്ളതും ആയി. അടുത്ത് 200 മൈനസ് യു പ്ലസ് 200 മൈനസ് യു. ഇത്രയും ചെയ്യുന്നതാണ് ഈക്വൽ ടു 400. അപ്പോൾ ഈ മൈനസ് യുവും പ്ലസ് യുവും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് 250 പ്ലസ് 200, 450 മൈനസ് യു ഈക്വൽ ടു 400. അതിൽ നിന്നും യു എന്ന് പറയുന്നത് 450 മൈനസ് 400. അപ്പോൾ നമുക്ക് ആൻസർ ലഭിക്കും ഓപ്ഷൻ ഡി 50 എന്ന് ആൻസർ ലഭിക്കും. അപ്പോൾ ഈ മെത്തേഡിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, I ഒരു ഇമാജിനറി നമ്പർ ആയാൽ I⁹ വില എന്തായിരിക്കും എന്നാണ് ചോദ്യം. ആൻസർ വരിക ഓപ്ഷൻ ബി I തന്നെയാണ്. അപ്പോൾ I⁹ എന്ന് പറയുന്നത് എന്താണ് ആൻസർ? ഓപ്ഷൻ ബി I. I² എന്ന് പറയുന്നത് -1, I⁻0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ബാക്കിയുള്ള ഇത് വരിക. അടുത്ത ചോദ്യം, ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? അപ്പോൾ എന്താണ് അഖണ്ഡ സംഖ്യകളെന്ന് അറിയണം. എന്താണ് അഖണ്ഡ സംഖ്യകൾ? അതായത് 0 ഉൾപ്പെടുന്ന എണ്ണൽ സംഖ്യകളെയാണ് അഖണ്ഡ സംഖ്യകൾ വരുന്നത്. അപ്പോൾ അതിൽ 0 അല്ലെങ്കിൽ 0 വരുന്നത് കൊണ്ട് ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആൻസർ വരിക ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം,
എ എന്ന സെറ്റിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ എക്ക് എത്ര ഉപഗണങ്ങൾ ഉണ്ട്? അപ്പോൾ ഉപഗണങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2n ആണ്. അപ്പോൾ 4 ആണുള്ളത്. അപ്പോൾ 2⁴ ചെയ്യുമ്പോൾ 16 എന്ന് ലഭിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം 16ൻ്റെയും 4ൻ്റെയും ജിയോമെട്രിക് മീൻ കണ്ടെത്തുക. ഏതൊരു സംഖ്യകളുടെയും ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആ സംഖ്യകളുടെ ഗുണനഫലമാണ് ആൻസർ. റൂട്ട് ഓഫ് 4 × 16. 4 × 16 ചെയ്യുമ്പോൾ 64 എന്ന് കിട്ടും. 64 അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം ഒരു ക്യൂബിൽ 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ പറ്റും? എങ്ങനെയാണ് കാണുക? 5² അതായത് n² - n എന്ന് അതാണ് ഇക്വേഷൻ. 5² 25 - 5 ആൻസർ വരിക ഓപ്ഷൻ ഡി 20. അടുത്ത ചോദ്യം ഒരു മാസം 1 രൂപയ്ക്ക് 2 പൈസ പലിശയെങ്കിൽ പലിശ നിരക്ക് നമുക്കറിയാം. I = PNR/100. നമുക്ക് R ആണ് വേണ്ടത്. അപ്പോൾ R = 100I/PN. ഇനി 100 അതുപോലെ എഴുതി. ഇൻട്രസ്റ്റ് എത്രയാണ്? 2 പൈസ. 2/P പ്രിൻസിപ്പൽ 1 രൂപയാണ്. അതായത് പൈസയിലോട്ട് കൺവേർട്ട് ചെയ്യുക. 100 പൈസയാണ് 1 രൂപ. നമ്പർ ഓഫ് ഇയേഴ്സ് 12ൽ 1. 100ഉം 100ഉം ക്യാൻസലായി. ഈ 12 മേളിൽ പോകുമ്പോൾ ഇൻറ്റു ആകും. അപ്പോൾ 2 × 12 24 ആൻസർ വരിക. ഓപ്ഷൻ പലിശ എത്രയാണ്? 24%. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 314/8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ അക്കത്തെ സ്ഥാനം കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചെയ്യുക? ആദ്യം ഇതിൻ്റെ അവസാന അക്കം വന്ന് നിൽക്കുന്നത് 4ലാണ്. അപ്പോൾ 4ൻ്റെ 4/1 4, 4/2 16 അവസാന അക്കം വരുന്നത് 6. അടുത്ത് 4, 3 64 വരിക. അവസാനം വരുന്ന 4. അതായത് 1 4ഉം 1 6ഉമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത് 4/4 വരുമ്പോൾ 4 വരും. 4/5 വരുമ്പോൾ 6 വരും. 7 വരുമ്പോൾ 4 വരും. 8 വരുമ്പോൾ 6 വരും. അങ്ങനെയെങ്കിൽ 8 അവസാനം വരുമ്പോൾ അതിൻ്റെ ഏതാ വരിക? ഒറ്റയുടെ അക്കം അവസാനം വരിക 6. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 3x + 2y + 5 = 0 എന്ന രേഖയുടെ ചരിവ് എത്ര? അപ്പോൾ ചരിവ് എന്ന് പറയുന്നത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ m ആണ്. m അതായത് y = mx + c. mൻ്റെ വാല്യൂ കണ്ടാൽ മതി. അതാണ് അതിൻ്റെ ചരിവ്. y = mx + c ആ ഒരു ഇക്വേഷനിൽ എത്തിച്ചേരണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് y-യുടെ വാല്യൂ കാണാൻ വേണ്ടി എന്താ ചെയ്യുക? 2y = -3x - 5. ഓക്കെ, അതിൽ നിന്ന് y എങ്ങനെ എഴുതാം? -3/2x + 5/2. നമുക്കിവിടെ mx ആണ് വേണ്ടത്. അതിൽ m ആണ് ഏത്? -3/2. അപ്പോൾ അതാണ് ആൻസർ. ഓപ്ഷൻ എ. അപ്പോൾ m ആണ് ഇതിൻ്റെ ചരിവെന്ന് ഓർക്കുക. അടുത്ത് 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. 1 മുതൽ 29 വരെ 15 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം പദങ്ങളുടെ തുക ഇക്വേഷൻ എന്താണ്? n/2 × 2a + n - 1 × d. അപ്പോൾ n 15, 15/2 × 2a + a എന്താണ്? ആദ്യ പദം 1, n - 1 14 ആകും. d പൊതുവ്യത്യാസം 2. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ സി 225 എന്ന് ലഭിക്കും. ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ട് ചോദിച്ച കണക്കിലെ ചോദ്യങ്ങൾ. എന്നാൽ ഒരു +2 ലെവലിൻ്റെ ആ ഒരു കുറച്ച് പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ 65നും 70നും ഇടയ്ക്ക് വരാനാണ് സാധ്യത. കാരണം GK ചോദ്യങ്ങളെല്ലാം ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പുതുതായി ഒന്നും കണ്ടില്ല. സയൻസുമായി ബന്ധമുള്ളവർക്കും ഇംഗ്ലീഷിലും എളുപ്പമുള്ള മിനിമം 8 മാർക്കെങ്കിലും ആൻസർ ചെയ്യാവുന്ന ചോദ്യങ്ങളായിരുന്നു. തുടർന്നുള്ളത്
സെക്ഷൻ, അതായത് ഫയർമാൻ വിഭാഗവുമായുള്ള സെക്ഷന് നോക്കിയാൽ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. GK പതിവിലും ആവർത്തന സ്വഭാവം ഉള്ളത് തന്നെയായിരുന്നു. ആയതിനാൽ തന്നെ ഒരു 70 റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ബാക്കി ചോദ്യങ്ങൾ തുടർന്ന് കാണാം. താങ്ക് യു.